ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്നത് വാമ്പയർ സർവൈവർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഗെയിമാണ്. തുടക്കത്തിൽ തന്നെ എന്തൊക്കെയോ എഴുതി കാണിക്കുന്നുണ്ട്. ഫോട്ടോ സെൻസിറ്റിവിറ്റി വാർണിംഗ് ആണ്. അതായത് നിങ്ങൾക്ക് ഇതിൽ ബ്രൈറ്റ് ഫ്ലാഷ് ലൈറ്റ്സ് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതുമായിട്ട് എന്തെങ്കിലും സെൻസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ ഗെയിം കളിക്കാൻ പാടില്ല. ഇപ്പം തന്നെ കണ്ടില്ലേ, അത് എടുക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു റെഡ് കളറൊക്കെയാണ്. ഓക്കെ, ഇത് ഗെയിം എന്താണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ റാൻഡമായിട്ടൊരു ഗെയിം എടുത്തതാണ്. 4 ക്യാരക്ടേഴ്സ് ഉണ്ട്. നമുക്കിതിൽ ആൻറ്റോണിയോ മാത്രമേ ഉള്ളൂ. ആൻറ്റോണിയോ സെലക്ട് ചെയ്യാം, കളി മുന്നോട്ട് പോവാം. എന്താണെന്ന് ഒരു ഐഡിയ ഇല്ല. നമുക്ക് കളി തുടങ്ങുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എന്താണെന്നുള്ളത്. നമുക്ക് നോക്കാം. ഇതാണോ ഈ ഉറുമ്പ് ചേട്ടനാണോ? ഞാൻ വലിയ കാര്യത്തിൽ ഞാൻ പ്രതീക്ഷിച്ച് വലിയൊരു ഡ്രാക്കുളേനെയൊക്കെ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ഞാൻ വന്നത്. കയറിയപ്പോൾ തന്നെ ലെവലപ്പോൾ ഇതൊക്കെ എന്തൊക്കെയോ സംഭവിക്കുന്നു. എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. മുന്നോട്ട് പോവാതല്ല, നമുക്ക് വേറെ വഴിയില്ലല്ലോ. ഞാൻ ഈ ഗെയിം ആക്ച്വലി വെറുതെ ഗൂഗിളിൽ ബെസ്റ്റ് ഗെയിംസ് ഇൻ പ്ലേ സ്റ്റോറിന് അടിച്ചപ്പോൾ അതിലുണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ വാമ്പയറിനൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. വല്ല പ്രേതത്തിൻ്റെ ആയിരിക്കും. പ്രേതം നമ്മളെ പിടിക്കാൻ വരും, നമ്മളവരെ കൊല്ലണം, ജം എടുക്കണം, അല്ലെങ്കിൽ ട്രഷർ കണ്ടുപിടിക്കണം, അങ്ങനെയൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതൊന്നും അല്ല. അപ്പോൾ എന്തായാലും ഞാൻ വരുമ്പോൾ മുന്നോട്ട് പോവുകയാണ്. നീല വെളിച്ചമൊക്കെ വരുന്നുണ്ട്. നീല വെളിച്ചം ഒരാളെ കൊല്ലുമ്പോൾ നീല വെളിച്ചമൊക്കെ കിട്ടുന്നുണ്ട്. കുറേ ഹൾക്കിനെ പോലത്തെ ആൾക്കാർ വരുന്നുണ്ട്. ആദ്യം കുറേ വാമ്പേഴ്സ് ആയിരുന്നു, ഇതായിരുന്നു, വവ്വാലായിരുന്നു. സോറി, ഇപ്പോൾ കുറേ പലതരം വേഷങ്ങളിട്ട മനുഷ്യരെത്തി. മനുഷ്യർ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ ഇത് വെറുതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. നമ്മളിവരെ കൊന്നു തന്നെ പോകണം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത്രയും പേരെയൊക്കെ നമുക്ക് കൊന്ന് സർവൈവ് ചെയ്യാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല. അതാണ് സർവൈവർ. നമ്മൾ എത്ര നേരം ഇതിൽ സർവൈവ് ചെയ്ത് നിൽക്കുന്നു എന്നുള്ളതായിരിക്കും. ചത്തു. സർവൈവലിൻ്റെ കാര്യം പറഞ്ഞില്ല, അതിന് മുമ്പ് ചത്തു. എന്തായാലും കൊള്ളാം. എന്താണ് സർവൈവ്ഡ് 1 minute 56 seconds ആണ്. ഓക്കെ, നമുക്ക് ഒരു വട്ടം കൂടി കളിച്ചു നോക്കാം. ഞാൻ ഈ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തൊരു കളിയായതുകൊണ്ട് എനിക്ക് അതിന് താല്പര്യം വലിയതായിട്ടില്ല. ഞാൻ എക്സ്പെക്റ്റ് ചെയ്തത് ഇതല്ലാത്തതുകൊണ്ട്. പക്ഷെ തോറ്റ് ഞാൻ പിന്മാറുന്നില്ല. നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു വട്ടം കളിച്ചെന്ന് വെച്ചാൽ നമുക്ക് ഒരു ഐഡിയയും കിട്ടില്ല. 1 2 3 4 വട്ടം 5 6 വട്ടം കളിക്കുമ്പോഴേക്കും നമുക്ക് ഗെയിമിൻ്റെ പഞ്ച് മനസ്സിൽ പിടിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇത്തവണ ഞാൻ എന്ത് ചെയ്യുന്നതെന്നറിയോ? ഇവന്മാരൊന്നും ഞാൻ കൊല്ലുന്നൊന്നുമില്ല. കാരണം എൻ്റെ മുമ്പിൽ വന്നാലല്ലേ പ്രശ്നമുള്ളൂ, ബാക്കിൽ വന്നാൽ പ്രശ്നമില്ലല്ലോ. ഞാൻ തിരിച്ച് നടക്കാതിരുന്നാൽ മതിയല്ലോ. കാരണം മുന്നോട്ട് നമുക്ക് എത്ര വേണമെങ്കിലും പോകാൻ പറ്റും. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മുന്നോട്ട് തന്നെ പോവാണ്. പല വഴിയിലും കൂടിയിട്ട് തെങ്ങുംതോപ്പ് വഴി ചാടി മറിഞ്ഞ് കണ്ടം വഴിയൊക്കെ ഓടി പോവാണ്. കുറേ വികൃത ജീവികളൊക്കെ നമ്മുടെ പുറകെ വരുന്നുണ്ട്. ഞാൻ ഇത്തവണ ആരെയും കൊല്ലാൻ നിൽക്കുന്നില്ല, പോയിൻറ്റ്സിനൊന്നിനും നിൽക്കുന്നില്ല. ജസ്റ്റ് ഫ്രണ്ടിൽ വരുന്നവരെ മാത്രം. അത് നമ്മളൊന്നും ചെയ്യേണ്ട കേട്ടോ. നമ്മൾ അത് ഓട്ടോമാറ്റിക്കായിട്ടൊരു ഫ്ലാഷ് പോലത്തെ ഒരു സാധനം വരും. പോയി ഇതൊക്കെ കൂടി വരിക. എനിക്കൊന്ന് നമ്മൾ കൊല്ലുന്ന അനുസരിച്ച് ആണ് ഈ ലെവലപ്പ് കിട്ടുന്നതെന്നാണ് എനിക്കിപ്പം മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം നമ്മൾ കൊല്ലുന്ന അനുസരിച്ച് നമുക്ക് ലെവൽ കയറുന്നുണ്ട്. കാരണം ഇത്രയും നേരം ഞാൻ ആരെയും കൊല്ലാതെ പോയപ്പോൾ എനിക്കൊന്നും കിട്ടില്ല. പക്ഷെ പെട്ടെന്ന് കുറച്ച് പേര് അടുപ്പിച്ച് കൊന്നപ്പോൾ ഞാനൊരു ലെവലപ്പ് വന്നു. പക്ഷെ ഇനിയിപ്പോൾ നമുക്ക് കൊല്ലാതിരിക്കാൻ പറ്റും. എൻ്റെ വാൽക്കൂട്ടമൊക്കെ വരുന്നു. എൻ്റെ അടുത്തത് ഇതെന്താണ്? ഇനി കൊല്ലാതിരിക്കാൻ പറ്റില്ല. സേഫ് ഗെയിം പറ്റില്ല, സേഫ് കളി പറ്റില്ല. നമ്മൾ അടിച്ച് തന്നെ കളിക്കേണ്ടി വരും. കൊന്നു തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. പക്ഷെ ഇത്രയും നേരം ഞാൻ സേഫ് കളി കളിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു. എനിക്ക് പകുതി കൂടെ ഒരു ലൈഫുണ്ട്. പക്ഷെ കുറച്ചുകൂടെ കഴിയുമ്പോൾ 4 വാർഡിന്ന് എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇത് എത്ര നേരം മുന്നോട്ട് പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എൻ്റെ സ്ട്രാറ്റജിയൊക്കെ തെറ്റിക്കൂടാ. അടുത്ത അസ്ഥികൂടന്മാർ വന്നിട്ടുണ്ട്. ഓക്കെ, കളി കുറച്ചൊക്കെ മനസ്സിലാക്കി തുടങ്ങിയപ്പോഴേക്കും ചത്തു. നമുക്കത് ഒന്നുകൂടെ ഒന്ന് കളിച്ചു നോക്കാം. അപ്പോൾ അടുത്ത ഗെയിമിൽ ഇതായിട്ട് വരുമ്പം ഞാൻ പുതിയൊരു സ്ട്രാറ്റജി ആയിട്ട് വരാം. ചത്തു പോകില്ല എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് നോക്കാം. ഈ ഗെയിം കുറച്ചുകൂടെ മുന്നോട്ട് കളിച്ചു നോക്കാം.